ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മസാല ദോശ എങ്ങനെ നോക്കിയാലോ. നല്ല ടേസ്റ്റി, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മസാല ദോശയാണ്. നിങ്ങളെല്ലാം ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടി വീഴുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടലപ്പരിപ്പുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായിരുന്നത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള 2 മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടാറ്റോവും ഒരു ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മസാല ദോശൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ മസാല ദോശ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവാണിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് ചോറ്. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഓവറായി പോകാൻ പാടില്ല. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ